ഇറ്റ്സ് മീ തുഫ്സിറ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു ബേബി ഡീറ്റെയിൽസ് ഫ്രെയിമാണ്, ഒരു ഫോട്ടോ ഫ്രെയിമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ്. അപ്പോൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, പിൻട്രസ്റ്റ് ആപ്പിൽ നിന്നാണ് നമ്മൾ ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു സെർച്ച് ബാറിൽ ഞാൻ ബേബി ബാക്ക്ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേബി ബാക്ക്ഗ്രൗണ്ടിൽ ബേബി ഫ്രെയിം ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഒരു ലൈക്ക് പിങ്ക് അല്ലെങ്കിൽ ബ്ലൂ അങ്ങനെ ഒരു ബേബി കളറ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു സ്കൈ ബ്ലൂ കളറാണ് ഞാനിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ലത് കാണുമ്പോൾ അതിൻ്റെ താഴെ ആ ഒരു അതിന് മേച്ചായിട്ടുള്ള ഓരോ സംഭവങ്ങളാണ്, ഓരോ ബാക്ക്ഗ്രൗണ്ടുകളാണ് വരിക. അപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ അതിൽ മുകളിൽ 3 ഡോട്ട് ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ ഡൗൺലോഡ് ഇമേജ് എന്നുണ്ടാവും. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ ഇത് ഞാനൊരു 3-4 ഇത് ഗാലറിയിലാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. 3-4 ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 3-4 ഡൗൺലോഡ് ചെയ്തെടുത്തതിൽ ഗാലറിയിൽ പോയിട്ട് ഞാൻ അപ്പോൾ അതിൽ കണ്ടതിൽ 2 ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പോൾ ഏതാണ് വേണ്ടത് വെച്ചാൽ, അപ്പോൾ നമുക്ക് ഏതാ ഭംഗി വെച്ചാൽ അത് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു 3-4 നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഭംഗിയുള്ളത്. ഓക്കെ, ഇനി ഞാനിവിടെ ക്യാൻവ ആപ്പാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിൽ സെർച്ച് ബാറിൽ A4 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് A4 ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിതേ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ. നമ്മളിപ്പോൾ ഫ്രെയിമിന് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സൈസ് നമുക്ക് കിട്ടണം അല്ലേ. ഇപ്പോൾ നമുക്ക് സേവ് ദ ഡേറ്റ് കാർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എഡിറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കട്ട് ചെയ്യുന്നിടത്ത് ശരിയാക്കിയെടുക്കാം. പക്ഷേ ഈ ഫ്രെയിം എന്ന് പറയുമ്പോൾ ആ ഫ്രെയിമിൽ കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റുകളൊന്നും പോകാനും പാടില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ഈ ഒരു ഇപ്പോൾ A4 സൈസാണ് എടുത്തിട്ടുള്ളത്. A4ൻ്റെ 4 ഭാഗത്തേക്കും അപ്പോൾ ഫോട്ടോസ് അതുപോലെ തന്നെ ടെക്സ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കരുത്. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ താഴെ മുകളിലോ സൈഡൊക്കെ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് A4 സൈസിൽ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ 4 വശത്തിൽ ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന് ഫോട്ടോസുകളൊക്കെ സെൻറ്ററിൽ വെക്കുക. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴേ നമ്മൾ പറയുന്നതും ചെയ്യുന്നതും വേറെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഗാലറിയിൽ നിന്ന് കുറച്ച് ബേബി ഡീറ്റെയിൽസ് ആകുമ്പോൾ നമുക്ക് ക്ലോക്കിൻ്റെ കാർട്ടൂൺ ഫോട്ടോസ് വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വെച്ച് കൊടുക്കാനൊരു ബേബി കാർട്ടൂൺ ഫോട്ടോ വേണം. അതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ബ്ലഡ് ഏതാണെന്നുള്ളത് നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലഡിൻ്റെ കാർട്ടൂൺ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യണം. അങ്ങനെ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസാണ് ഇതിൽ കൊടുക്കേണ്ടത് വെച്ചാൽ അതിൻ്റെയൊക്കെ കാർട്ടൂൺ ഫോട്ടോസ് നമുക്ക് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലോക്കിൻ്റെ പിക്ചറാണ്, കാർട്ടൂൺ ഫോട്ടോസാണ് വേണ്ടത് വെച്ചാൽ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ കാർട്ടൂൺ അല്ലെങ്കിൽ ക്ലോക്ക് കാർട്ടൂൺ ഫോട്ടോസ് അല്ലെങ്കിൽ കാർട്ടൂൺ ക്ലോക്ക് ഫോട്ടോസ് അങ്ങനെ അടിച്ചു കൊടുത്താൽ കാർട്ടൂൺ ടൈപ്പിൽ അങ്ങനത്തെ പിക്കുകളാണ് വരിക. ഓക്കെ, അപ്പോൾ അതെല്ലാം ഡൗൺലോഡ് ചെയ്യുക. അതൊക്കെ ഞാൻ എവിടെയൊക്കെ വേണ്ടത് വെച്ചാൽ അതൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേബിയുടെ നെയിം ആഡ് ചെയ്യാം. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ താഴെ ഗാലറി ടെക്സ്റ്റൊക്കെ ഉണ്ടാവും, ടെക്സ്റ്റിൽ പോവുക. എന്നിട്ട് നമുക്ക് ബേബിയുടെ നെയിം ആഡ് ചെയ്യുക. അതിന് ശേഷം നമുക്കത് ഫോണ്ട് കളറ് ഒക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇനി ഞാനിത് ഗാലറി പോയിട്ട് ബേബിയുടെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഫോട്ടോ ഓൾറെഡി ഞാൻ പിക്സാർട്ടിൽ സ്പ്ലാഷ് എഫക്റ്റ് കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനത് ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് പ്രൗഡ് പാരൻസ് എന്ന് എഴുതിയിട്ട് അവരുടെ പാരൻസിൻ്റെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതും ഞാൻ ഇവിടെ സ്പ്ലാഷ് എഫക്റ്റ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പിക്സാർട്ടിലിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ ഈ ഫോണിൽ എനിക്ക് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടല്ല, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുക്കുമ്പോൾ അത് ബ്ലാക്ക് കളറിലൊരു ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ പിന്നെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയതാണ്. ആദ്യമൊക്കെ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ. അപ്പോൾ ഇതിന് നമ്മൾ ബേബിയുടെ നെയിം കൊടുത്തിട്ടുണ്ട്, പ്രൗഡ് പാരൻസ് നെയിം കൊടുത്തിട്ടുണ്ട്, പിന്നെ ക്ലോക്കിൻ്റെ അവിടെ ഡേറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു റെയിൻബോ എൻ്റെ കാർട്ടൂൺ ഫോട്ടോസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ പിന്നെ പിക്സാർട്ടിൽ പോയിട്ട് ബേബിയുടെ ഫോട്ടോ ഒരു സർക്കിൾ ഷേപ്പിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ സ്പ്ലാഷ് എഫക്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് സേവ് ആക്കി കൊടുക്കാം. ഓക്കെ. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ പിൻട്രസ്റ്റിൽ പോയിട്ട് ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ കളയാമെന്നുള്ളത്. അത് നമ്മൾ ക്രോമിൽ പോവാം, remove.bg എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു സൈറ്റിലേക്ക് കയറിയിട്ട് എന്താണ് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കാനായിട്ട് പറ്റും. ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും പിന്നെയും ആ വീഡിയോസുകളൊന്നും കാണാത്തവരാണ് പിന്നെയും ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഞാനിത് ക്യാൻവ ആപ്പിൽ പോയിട്ട് ഞാനത് A3 ഡോക്യുമെൻറ്റിലാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് A4 തന്നെ പോയിട്ട് പ്രിൻ്റ് എടുക്കാം. അപ്പോൾ ഞാൻ A3 ചെയ്യുന്നത് എനിക്ക് ഒരു ഭാഗത്ത് വേറൊരു ടെക്സ്ചറിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഫ്രെയിമിന് തന്നെ വേണ്ടതെന്ന് വെച്ചാൽ A4 പിന്നെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് നേരെ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിൽ പോയിട്ട് പ്രിൻ്റ് എടുക്കാൻ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനിവിടെ A3 ആക്കുകയാണ്. A3 സെർച്ച് ചെയ്യുക, ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്യുക, 2 ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലൊന്ന് വെക്കണം കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ 4 വശത്തും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് 4 വശത്തും ടെക്സ്റ്റ്, പിന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കരുത്, കണ്ടൻറ്റ് ഒന്നും കൊടുക്കരുത്. അവിടേക്ക് എന്തെങ്കിലും ഇങ്ങനെ കാർട്ടൂൺ ഫോട്ടോസുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ. അതാവുമ്പോൾ നമുക്ക് സേഫായിട്ട് A4 ഫ്രെയിം ചെയ്യാനായിട്ട് സുഖമാണ്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറാണ് ഞാൻ A4 മറ്റൊരു വശത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, കാണേണ്ട ആവശ്യമില്ല. അത് ഞാൻ എൻ്റെ ആവശ്യത്തിന് മാത്രം ചെയ്തതാണ്. A4 നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടുമെന്ന് എൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ 2-3 കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അനുഭവമില്ല കേട്ടോ. അപ്പോൾ ഞാനിതേ പ്രിൻ്റ് ചെയ്ത് എടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാം സംഭവം സെറ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സംഭവിച്ചിട്ടുണ്ട്, വേറെ ഒന്നുമല്ല. നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് താഴെ കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ആ ഒരു എന്താണ് കാർട്ടൂൺ ക്ലൗഡിൻ്റെ ഫോട്ടോസാണ് ആഡ് ചെയ്തിട്ടുള്ളത്, ടെക്സ്റ്റോ ഫോട്ടോസൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ കുറച്ച് ഭാഗം പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. നെയിം അങ്ങനെ കാര്യങ്ങളൊന്നും അടുപ്പിച്ച് വെക്കരുത്. പിന്നെ ഇതാണ് A4 ഫ്രെയിം, വൈറ്റാണ്. ഇതിന് 120 രൂപയാണ് എനിക്ക് വന്നിട്ടുള്ളത്. ബ്ലാക്കിന് 110 അങ്ങനെയാണ് കേട്ടോ. വൈറ്റിനാണ് കൂടുതലുള്ളത്, പക്ഷേ കൂടുതലൊന്നുമില്ല, മറ്റുള്ള ഷോപ്പിനെ അപേക്ഷിച്ച് ഇവിടെ നല്ല റേറ്റ് കുറവാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് മേടിക്കാം, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഷോപ്പിലുണ്ടാവും. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ചെറിയൊരു ഷോപ്പാണ്, ഫാൻസി ഷോപ്പാണ്. അതിൽ ഇങ്ങനെ ഫ്രെയിം ക്രാഫ്റ്റ് മാത്രമല്ല, അതിൽ ഡ്രസ്സ് കാര്യങ്ങൾ, ബുക്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രാഫ്റ്റ് ഷോപ്പായിട്ട് കൊറിയർ സർവീസൊന്നും അവിടെ ഇല്ല. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എനിക്കത് കൊറിയർ ചെയ്ത് തരും, അല്ലെങ്കിൽ അവർ കൊറിയർ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ കൊറിയർ സർവീസൊന്നും ഇല്ല, എനിക്കും ചെയ്തു തരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ഷോപ്പിലൊക്കെ വില കുറഞ്ഞിട്ടുള്ളത്, ഓൺലൈനായിട്ടൊക്കെ വില കുറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഞാനിതിവിടെ ഫ്രെയിമൊക്കെ കഴിച്ചിട്ട് അതൊന്ന് നല്ല രീതിയിൽ തുടച്ചെടുക്കുകയാണ്. ആദ്യം ചെറിയൊരു നനവിലുള്ള തുണി എടുത്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഗ്ലാസ്സൊക്കെ നന്നായിട്ട് വെട്ടി തിളങ്ങിയിട്ടുണ്ട്. നേരത്തെ ഗ്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, നല്ല പൊടി പിടിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇനി ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ തുടച്ചെടുക്കുക. അപ്പോൾ ഞാനിത് ഈ ഗ്ലാസ് ഇതിമൊന്ന് വെച്ചു, ഈ ഗ്ലാസിൻ്റെ അളവിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഓക്കെ. ഗ്ലാസ് എടുക്കുക, അത് നമ്മുടെ ഫ്രെയിമിൻ്റെ എഡിറ്റ് ചെയ്ത ഈ ഒരു പ്രിൻ്റ് എടുത്ത പേപ്പറിൽ വെച്ച് നോക്കുക, എഡിറ്റ് കറക്റ്റ് ഉണ്ടോ, താഴെ നമുക്ക് കുറച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യം. അപ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലും കുട്ടിയുടെ ഫോട്ടോ, അപ്പോൾ താഴെയൊന്നും ഫോട്ടോ ഒന്നും വെക്കൂല, എന്നാലും ടെക്സ്റ്റൊക്കെ കൊടുക്കുന്നതായിരിക്കും ബുദ്ധിമുട്ട്. പിന്നെ അതുപോലെ നല്ല പിക്ചറുകളൊക്കെ ചിലപ്പോൾ നമ്മൾ കൊടുക്കും. ചിലപ്പോൾ ആ ഒരു ഫ്രെയിമിന് ആ ഒരു പിക്ചറൊക്കെ ആയിരിക്കും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ മാക്സിമം കുറച്ച്
സെൻറ്ററിലോട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെക്കാൻ നോക്കാം. സൈഡിലോ അങ്ങനെ അരികുവശത്തൊന്നും വെക്കരുത്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് അതിൽ ഫ്രെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്ലിപ്പുകളൊക്കെ താഴ്ത്തി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ തിക്നെസ് ഉള്ള ഷീറ്റിലാണ് പ്രിൻ്റ് എടുക്കുന്നത്, അതാണ് ഏറ്റവും ബെറ്റർ. ഇത് തിക്നെസ് കുറവുള്ള ഒരു പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവരോട് ഞാൻ ചോദിച്ചപ്പോൾ ഇതിനൊക്കെ ആർട്ട് പേപ്പർ എന്നാണ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോന്നിനും ഓരോ പേരുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്രെയിം ആക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ഞാൻ വെറുതെ പറയില്ല കേട്ടോ. ഈ സ്കൈ ബ്ലൂ അതുപോലെ പിങ്ക് അതൊക്കെയാണ് ബേബി ബാക്ക്ഗ്രൗണ്ടായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതാണ് ബേബിയുടെ ഒരു കളർ, അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. കുറേ ടൈപ്പ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ വരാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വന്നാൽ ഞാൻ അവിടെ നല്ല രീതിയിൽ റീപ്ലൈ തരും. അതുപോലെ തന്നെ കമൻറ്റിലൂടെ ചോദിച്ചാലും റീപ്ലൈ തരും. ഓക്കെ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന്, ഫാമിലി അവർക്കൊക്കെ ഈ ക്രാഫ്റ്റിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.